ഷെഫേ, നമ്മുടെ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് ഫുഡിനകത്ത് ഇടുമ്പം സെയിം തന്നെയല്ലേ? ഈ രണ്ട് സാധനം ലീവനിങ് ഏജന്റ് ആണ്. അതായത് നമ്മളൊരു കേക്ക് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് ചേർത്ത് കഴിയുമ്പോൾ അത് സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വരത്തില്ലേ? അതാണ് ലീവനിങ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ആയിട്ടും സോഡിയം ബൈകാർബണേറ്റ് ആണ്. ഇത് ഒരിക്കലും ഒറ്റയ്ക്ക് ആക്ടിവേറ്റ് ആവത്തില്ല. അതിന്റെ കൂട്ടത്തിൽ നമ്മളൊരു അസിഡിക് ഇൻഗ്രീഡിയന്റ് ചേർക്കണം. ഓക്കെ, അസിഡിക് ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു ലെമൺ ജ്യൂസ്, അല്ലെങ്കിൽ ഒരു ബട്ടർ മിൽക്ക്, അല്ലെങ്കിൽ എന്താ പറയുക യോഗട്ട്, ഇതുപോലുള്ള എന്തെങ്കിലും ഒരു സാധനം ചേർത്തെങ്കിൽ മാത്രമേ ഉള്ളൂ, ആ ഒരു റെസിപ്പിയിൽ ചേർത്തെങ്കിൽ മാത്രമേ ഉള്ളൂ അത് ആക്ടിവേറ്റ് ആവത്തുള്ളൂ. ബേക്കിംഗ് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു അസിഡിക്, അതായത് നമ്മുടെ ബേക്കിംഗ് സോഡ പ്ലസ് നമ്മുടെ ഈ അസിഡിക് ഏജന്റ് പ്ലസ് ഒരു സ്റ്റാർച്ച്, നോർമലി കോൺഫ്ലവർ ആണ് അതിലുണ്ടാവുക, അതും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇതാണ്. അത് ബൈ ഇറ്റ്സെൽഫ് ഇറ്റ്സ് എ ലീവനിങ് ഏജന്റ് ആണ്. പക്ഷെ അതും ഈ പറഞ്ഞതുപോലെ ആക്ടിവേറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റും അതുപോലെ തന്നെ അതിലൊരു ചൂട്, അതായത് നമ്മളൊരു ഹീറ്റ് കണ്ടന്റും കൂടെ അതിൽ വന്നു കഴിയുമ്പോഴത്തേക്കിനാണ് അത് ആക്ടിവേറ്റ് ആവുക കേട്ടോ. സോ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നല്ല, ഈ പറയുന്ന വ്യത്യാസങ്ങൾ അതിലുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ റെസിപ്പി നോക്കിയിട്ട് നമ്മളത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ശരി മോനെ.